ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. സ്വീറ്റ് ബോണ്ടയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ഉള്ള ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. അപ്പം ഇതാ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിംഗ് ബൗളെടുത്ത് അതിലേക്ക് 1.5 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് ഗോതമ്പ് മാവിലും തയ്യാറാക്കാമേ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഇട്ടതിന് ശേഷം ഒരു ഫോർക്കോ വിസ്കോ എന്തെങ്കിലും കൊണ്ട് നല്ലോണം അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് 1.5 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര കേട്ടോ. അതാണ് അളവ്. അതെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 4-5 അല്ലി ഏലക്കയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കത് നല്ലൊരു ഫൈൻ പൗഡർ ആയിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ. എത്രത്തോളം പൊടിച്ചെടുക്കാമോ അത്രത്തോളം മാക്സിമം അതങ്ങ് പൊടിച്ചെടുത്തോളൂ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അത് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയോടൊപ്പം തന്നെ നമുക്കിത് ഫുള്ളായിട്ട് അങ്ങ് തട്ടിക്കൊടുക്കാം കേട്ടോ. തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആയി കിട്ടണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചാണ് കേട്ടോ ബാക്കി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പാലിന് പകരം നോർമൽ വാട്ടർ വേണമെങ്കിലും ചേർക്കാമേ. അപ്പം ഞാൻ ഇവിടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് 1 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അത് തിളപ്പിച്ച് ആറിയ പാലാണ്. അപ്പോൾ തിളപ്പിച്ചാറിയ പാൽ 1 കപ്പ് ഞാൻ ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒന്ന് ഫോർക്ക് വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തവി കൊണ്ട് അതിൻ്റെ കട്ടകളൊക്കെ നല്ലോണം ഒന്ന് ഉടച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് കട്ടിയാകാനും പാടില്ല കേട്ടോ. കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇത് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവുമേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരുവത്തിൽ നമുക്കിതങ്ങ് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി പാലിന് പകരം നിങ്ങൾക്ക് നോർമൽ വാട്ടർ വേണമെങ്കിലും ഈ സ്ഥാനത്ത് ഒന്ന് ഒഴിച്ച് കലക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ ഇനി നമുക്കിതൊന്ന് അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ, അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാമേ. അപ്പം ഞാൻ ഇവിടെ 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നു. കണ്ടല്ലോ, മാവെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് മാവ് കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവമാണ് നമുക്ക് മാവിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മൈദ മാവിന് പകരം നമുക്ക് ഗോതമ്പ് മാവിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല അധികം ഇൻഗ്രീഡിയൻസോ ഒന്നും നമുക്ക് വേണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ചൂടോടുകൂടി തന്നെ നമുക്ക് നല്ലൊരു കഴിക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാമേ. മാവ് നമ്മളുടെ തവിയിൽ ഓരോ തവി മാവ് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചതിന് ശേഷം നമ്മളത് ഇളക്കാനായിട്ട് പാടില്ല. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണം കേട്ടോ. ഇതങ്ങ് സെറ്റായിട്ട് വരും കേട്ടോ. അതായത് അത് ചെറുതായിട്ട് അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അത് തനിയെ അങ്ങ് പൊങ്ങി വരുവേ. പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഒരു ബ്രൗൺ ഷെയ്ഡ് ആക്കിയതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ ഇട്ടിക്കണം കേട്ടോ. അപ്പോഴേ അകഭാഗമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതായത് ആ സൈഡൊക്കെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് അതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി 2 സൈഡും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ പാത്രത്തിൻ്റെ ഒരു അളവനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഒരു സമയം നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഒഴിച്ച് അതൊന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് അടുത്ത മാവും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആക്കിയതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാമേ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു മധുരവും ഉണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ് കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളതെല്ലാം. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് തയ്യാറാക്കി നോക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പം ഇവിടെ ഓരോന്നായിട്ട് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ അപ്പം നമുക്ക് ഓരോന്നായിട്ട് പൊങ്ങി വരുന്നതനുസരിച്ച് നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇതങ്ങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഇളക്കി കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ. അതൊന്ന് പൊങ്ങി വന്നതിന് ശേഷം തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഈ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രമേ അകമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ.
അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റാണ്, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞും എന്നാൽ അകം നല്ല സോഫ്റ്റും ആയിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു അടിപൊളി ചായക്കടിയാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഇനിയിപ്പം വെക്കേഷനൊക്കെ ആയി കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുന്ന സമയമാണല്ലേ, അപ്പോൾ ആ സമയം കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അമ്മമാരെ സംബന്ധിച്ച് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ തപ്പുമല്ലേ എന്ത് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാമെന്ന്. അപ്പം അവർക്ക് വേണ്ടി തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ നല്ല സോഫ്റ്റാണ്, ഞാൻ പറഞ്ഞല്ലോ സൈഡൊക്കെ ഒന്ന് ക്രിസ്പി ആയിരിക്കും, അകം നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാമേ. കണ്ടല്ലോ നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കുക, അപ്പോഴേ അകമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടുകള്. അപ്പോൾ അകമെല്ലാം നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം.